IFFKയുടെ ഏറ്റവും സന്തോഷപൂർണ്ണമായ മുഹൂർത്തത്തിൽ തന്നെയാണ് നമ്മളുള്ളത് എന്നുള്ളത് തന്നെയാണ്. IFFKയിൽ ചരിത്രത്തിലാദ്യമായി ചോരനായിക വിഭാഗത്തിലുള്ള സിനിമ പ്രദർശിപ്പിക്കുന്നു. അതിന് വലിയ അംഗീകാരങ്ങൾ ഈ IFFKയുടെ വേദിയിൽ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ടീമിനോട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ ചോദിച്ചറിയാമെന്നുള്ളത്. എന്ത് തോന്നുന്നു ഇത്രയും വലിയ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ? സന്തോഷമുണ്ട്. പിന്നെ അധ്വാനിച്ച റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലാവുന്നു. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതിൻ്റെയും തുടർച്ചയാണ് ഈ സിനിമയും. ആ രീതിയിൽ നോക്കുമ്പം എന്തെന്നില്ലാത്ത സന്തോഷം. പിന്നെ എൻ്റെ ക്രൂവിന് കൊടുക്കാൻ പറ്റുന്ന എന്താ ഞാൻ പറയുക, അതായത് അവർ എന്നെ വിശ്വസിച്ചിട്ടാണ് അവർ സിനിമ ചെയ്യാൻ വരുന്നത്. അപ്പം സിനിമ കഴിഞ്ഞ് പോകുമ്പം നമ്മളൊരു സിനിമ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അംഗീകാരമുള്ള ഒരു സിനിമ, അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇത്തരം അംഗീകാരത്തിനപ്പുറത്ത് ആളുകൾ കാണുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ എനിക്കത് വെക്കുമ്പം അടുത്ത സിനിമയ്ക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇത്രയും അവാർഡുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഒന്നോ രണ്ടോ അല്ല, നിരവധിയാണ് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് IFFK വേദിയിൽ. സന്തോഷം തോന്നുന്നു. കാരണം ഇതൊന്നും പ്രതീക്ഷിക്കാതെ തുടങ്ങുന്ന സിനിമകളാണ് ഇതൊക്കെ. കഴിഞ്ഞ് വരുമ്പോഴാണ് സിനിമ ഇങ്ങനെ ആവുന്നതും ഈ രീതിയിൽ അംഗീകരിക്കപ്പെടുന്നതും. അപ്പം ആ രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടുമ്പം നമ്മുടെ ആത്മാർത്ഥതയ്ക്കുള്ള അംഗീകാരം കൂടിയായിട്ട് നമ്മളതിനെ കാണുന്നു. അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഇനി. ഓഡിയൻസ് പോൾ അടക്കം കിട്ടിയിരിക്കുകയാണ്. അതെ അതെ അതെ. ഓഡിയൻസ് ആയിരുന്നു ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ആദ്യത്തെ വേൾഡ് പ്രീമിയർ ഇവിടെ ആയിരുന്നതുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് വേൾഡ് പ്രീമിയറിനൊരു സാധ്യത ഉണ്ടായിട്ട് നമ്മളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചെയ്തതാണ്. കാരണം മലയാളികളുടെ മുന്നിൽ സിനിമ കാണിക്കുമ്പോൾ, ഞാനൊക്കെ സിനിമ കാണാൻ പഠിച്ച IFFKയിൽ സിനിമ കാണിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേൾഡ് പ്രീമിയർ മറ്റേത് നഷ്ടമുണ്ടായാലും IFFKയിലാവട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് ശേഷം ഈ ചോലനായിക ഭാഷയിലാണ് ഈ സിനിമ വരുന്നതെന്നുകൊണ്ട് എത്രമാത്രം അത് മനസ്സിലാവുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബുദ്ധിയുള്ള പ്രേക്ഷകരാണ് എങ്കിൽ പോലും ചിലതൊക്കെ കണക്റ്റ് ആവുമോ എന്ന്. പക്ഷേ ആദ്യത്തെ ഷോ കഴിഞ്ഞതോടുകൂടി നമ്മൾ എല്ലാ ടെൻഷനും മാറി ആ സിനിമ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ ഇമോഷണലി കണക്റ്റ് ആവുന്നു എന്ന് മനസ്സിലായപ്പോൾ വളരെ സന്തോഷം. എന്ത് തോന്നുന്നു ഈ IFFK വേദിയിൽ ഇത്തരത്തിലുള്ള അംഗീകാരം ലഭിക്കും? വളരെയധികം സന്തോഷം തോന്നുന്നു. പിന്നെ നമുക്ക് കിട്ടിയുള്ള അവാർഡുകളൊന്ന് ഓഡിയൻസ് പോളാണ്. ഓഡിയൻസ് പോൾ അവാർഡ് കിട്ടുമ്പോൾ തന്നെ IFFKയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സുകൾ, ഇവിടെ സിനിമ കണ്ട ആളുകളുടെ അംഗീകാരം കൂടിയിട്ടാണ് നമ്മളിന്ന് കാണുന്നത്. അത് കിട്ടുന്നതിൽ നമ്മൾ വളരെ സന്തോഷിക്കുന്നു. ഒരു സമൂഹത്തെ തന്നെ IFFKയിൽ അടയാളപ്പെടുത്തുന്നതാണ് ഈ സിനിമ. അപ്പോൾ എങ്ങനെയാണ് അതിനെ? ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഈ ഓഡിയൻസിൻ്റെ സപ്പോർട്ട്, അവർ തന്ന സ്നേഹം, അത് നമ്മുടെ അടുത്ത് പറഞ്ഞ അതേ സ്നേഹം അവർ വോട്ട് ചെയ്തും കൂടെ തന്നു. അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ്. അത് ഞങ്ങൾ ഓരോരുത്തർക്കും, അഭിനയിച്ച ആളുകൾക്കും, എല്ലാവർക്കും, ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും ഉള്ള ഒരു അംഗീകാരമായിട്ട് കാണുന്നു. ഒരുപാട് സന്തോഷം. ഇത് കഴിഞ്ഞ നമ്മളോട് ആദ്യഘട്ടത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഇതൊരു മേളയിൽ പ്രദർശിപ്പിക്കാനുള്ള സിനിമയാണ് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് ഇപ്പം എങ്ങനെ തോന്നുന്നു? ചെറുതായിട്ട് മാറ്റം വേണമെങ്കിൽ വരുത്തല്ലേ, ആളുകൾക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് പോൾ കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കോൺഫിഡൻസും കൂടി, ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, അവരുടെയും കൂടെ സിനിമയാണ് ഇമോഷണലി കണക്റ്റ് ആവുന്നത്. അപ്പം ഞങ്ങൾക്ക് അടുത്ത ഒരു വലിയ സ്റ്റെപ്പിലേക്കുള്ള നീക്കത്തിന് ഈ ഒരു അവാർഡ് വലിയ ധൈര്യമാണ് തരുന്നത്. വലിയ കഷ്ടപ്പാടുകൾ നിറഞ്ഞാണ് ആ ഒരു സിനിമ ചിത്രീകരിച്ചത്. ആ കഷ്ടപ്പാടുകൾക്കൊരു ഫലം എന്നുള്ള രീതിയിലാണ് ഈ കഷ്ടപ്പാടുകളുടെ ഒരു പ്രതിഫലം വന്നു തന്നെയാണ് ഇതെന്ന് വെച്ചാൽ, നമ്മളന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ നമ്മൾ സംസാരിച്ചാണ് അതിൻ്റെ ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും. അത് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മളെടുത്ത എഫർട്ടിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സിനിമ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ അതിൻ്റെ ക്യാമറയെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ മറ്റ് ചെയ്ത വർക്കുകളിനേക്കാളും ക്യാമറയെക്കുറിച്ച് കൃത്യമായിട്ടും എന്നോട് വന്ന് ആൾക്കാർ തിരക്കി പിടിച്ച് എന്നെ വന്ന് സംസാരിക്കും. ഒത്തിരി പേര് പുറത്തുള്ളവരൊക്കെ വന്ന് ആ സിനിമ കണ്ടിട്ട് കുറേ പേര് തിരക്കി വന്ന് എന്നെ കണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ഈ ഓഡിയൻസ് പോൾ അവാർഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ്. അത് കിട്ടിയതിലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഓഡിയൻസ് പോൾ നമുക്ക് കിട്ടില്ല എന്നാണ്. കാരണം അതിനെ കൂടെ ശ്രദ്ധിക്കേണ്ട, വോട്ട് ചെയ്യേണ്ട എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ നിന്നത്. പ്രേക്ഷകരുടെ ശക്തി മനസ്സിലായി. IFFK വേദിയിൽ ഇത് പ്രദർശിപ്പിച്ചു. ഇനി മറ്റേതെങ്കിലും വേദിയിലേക്ക് പോകാനുള്ള തീരുമാനം അങ്ങനെ എന്തെങ്കിലും? 3-4 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലേക്ക് ഓൾറെഡി ഇപ്പം തീരുമാനമായിട്ടുണ്ട്. അത് അവർ അനൗൺസ് ചെയ്തതിന് ശേഷമേ അനൗൺസ് ചെയ്യാവൂ എന്നൊരു കരാറുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അതങ്ങനെ വെക്കുന്നു. എന്തായാലും മറ്റ് വേദികളിൽ കൂടെ, മറ്റ് മേളകളിലൂടെ പങ്കെടുത്തതിന് ശേഷം ഇവിടെ തിയേറ്റർ റിലീസ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സെൻസറിങ്ങിൻ്റെ ഇഷ്യൂ അവിടെയും ഉണ്ടായിരുന്നു? സെൻസർ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. നമ്മളിങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നതാണ്. എന്തായാലും ഈ പ്രാവശ്യം തന്നെ സെൻസർ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തായാലും വളരെ സന്തോഷത്തിന്റെ നിമിഷം തന്നെയാണ്. ഒരു സമൂഹത്തിനെ തന്നെ ഈ IFFK വേദിയിൽ അടയാളപ്പെടുത്തുകയാണ് തന്തപ്പേര് എന്നുള്ള സിനിമ. അതിന് വലിയ അംഗീകാരങ്ങൾ IFFK വേദിയിൽ ലഭിക്കുന്നു എന്നതുകൂടിയുണ്ട്. ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.